Hello dear students, today we are discussing computer application commerce first year first chapter fundamentals of computer. Fundamentals of computer എന്ന commerce computer applicationലെ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. വാട്ട് ഈസ് നമ്പർ സിസ്റ്റം? നമ്പേഴ്സ് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് നമ്പറുകൾ. 1, 2, 3, 0, 4, 5, 100, 200 ഇതൊക്കെ ഓരോ നമ്പറുകളാണ് അല്ലേ? ആക്ച്വലി നമ്പർ സിസ്റ്റം മീൻസ് ദ സിംബൽസ് യൂസ് ടു റെപ്രസെന്റ് വാല്യൂസ്. ഒരു വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബലുകളാണ് നമ്പർ. മാത്തമാറ്റിക്സ് അതിന്റെ സയന്റിസ്റ്റ് ഫോറിന് പകരം മറ്റേതോ ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ ആയിരുന്നു ഫോർ എന്ന് വിളിക്കാം. 8ന് പകരം മറ്റേതെങ്കിലും ഒരു സിമ്പിൾ 8 എന്നതിന് പകരം മറ്റ് ഏതെങ്കിലും ഒരു സിമ്പിൾ ആണ് ഡിസൈൻ ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ ആയിരുന്നു നമ്പർ 8 എന്ന് വിളിക്കാം. ആക്ച്വലി നമ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്പറിനെ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പൊസിഷണൽ നമ്പർ സിസ്റ്റം ആൻഡ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വാട്ട് ഈസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം? ഐ വിൽ സേ വൺ എക്സാമ്പിൾ. 345. 345. Each position of this number having a value. 345. 3 is the 100th position. 4 is the 10th position. 5 is the rightmost position. It is a value unity. Single value ആണ് അതിനുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്പറിന്റെ പൊസിഷൻ കൗണ്ട് ഡിജിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ കൂടുന്നുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ നമ്പറിന്റെ ക്വാണ്ടിറ്റി കൂടുകയാണ്. 345ല് ഈ 3 5ന്റെ സ്ഥാനത്താണെങ്കിൽ 3ക്ക് അത്ര വില ഉണ്ടാവില്ലായിരുന്നു. ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് 3ക്ക് 100th പൊസിഷൻ കിട്ടി. 3 into 100. 40 സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് 4 into 10 40. 5 എന്നുള്ളത് ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് 5 into 1 ആണ് വരുന്നത്. നമ്മൾ ഈ നമ്പറിനെ എഴുതുക 3 into 10 square plus 4 into 10 raised to 1 plus 5 into 10 raised to 0 എന്ന് എഴുതുക. ഈ നമ്പറാണ് ആക്ച്വലി 345. This number having each digit, each position have a position value. These type of numbers are called positional numbers. അപ്പോൾ നോൺ പൊസിഷണൽ നമ്പർ എന്താണ്? ഈ പൊസിഷനനുസരിച്ച് വാല്യൂകളൊന്നും ചേഞ്ച് ചെയ്യാത്തത്. റോമൻ നമ്പേഴ്സ് നമ്മൾ റോമൻ നമ്പർ എഴുതാറില്ലേ? 1, 2, 3 നമ്മൾ ക്ലാസിന്റെയൊക്കെ പേര് ക്ലാസിന്റെയൊക്കെ ഡിജിറ്റ് എഴുതുക അങ്ങനെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് എഴുതുമ്പോൾ ലിസ്റ്റ് 1, 2, 3 എന്ന് റോമൻ ലെറ്റർ എഴുതാറുണ്ട്. അതിന് ആക്ച്വലി പൊസിഷൻ നമ്പേഴ്സ് അല്ല, അതിനൊരു പൊസിഷന് ഒരു വാല്യൂസ് ഇല്ല. അത്തരം നമ്പേഴ്സിനെ നോൺ പൊസിഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് പൊസിഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. നോൺ പൊസിഷനെ കുറിച്ച് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ഏത് നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തില് എത്ര സിംബലുകൾ ഉണ്ട്? 1, 2, 3 up to 9 അല്ലേ? 0 കൂടെ അല്ലേ? അപ്പൊ എത്ര ഉണ്ടായി? 10 സിംബൽസ് ഉണ്ട്. പിന്നെ 10 എന്ന് എഴുതുന്നത് ഈ 10 സിംബൽസ് യൂസ് ചെയ്തിട്ടാ 1, 0. 11 എന്ന് എഴുതുന്നത് ഈ 10 സിംബൽസ് 1, 1 അല്ലേ? 12 എന്ന് എഴുതുന്നത് ഈ 10 സിംബൽസ് യൂസ് ചെയ്തിട്ട് തന്നെ 1, 2 യൂസ് ചെയ്തിട്ടാ. 105 എഴുതുന്നത് എങ്ങനെയാണ്? ഈ 10 സിംബൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. 1,
105. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിലെ ഏതൊരു വലിയ സംഖ്യ ആവട്ടെ, ഏതൊരു ചെറിയ സംഖ്യ ആവട്ടെ, നമുക്ക് ഈ 10 സിമ്പിൾസിനെ യൂസ് ചെയ്തിട്ട് 0 to 9 മീൻസ് 10. ആ 10 സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. വി ആർ യൂസിങ് കോമൺലി ഡെസിമൽ നമ്പർ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെസിമൽ, ഡെസി എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. കാരണം 10 സിമ്പിൾസ് ആണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ആ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 സിമ്പിൾസ്. അതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഒരു നമ്പർ ഇപ്പോ 505 എന്ന ഒരു നമ്പർ നമ്മൾ എഴുതുന്നത് അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിനെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ട് 10 എന്ന് കൂടെ എഴുതാറുണ്ട്. സ്മോൾ 10 എന്ന് എഴുതാറുണ്ട്. ബേസ് 10 എന്നാ പറയാം. ഇങ്ങനെ മറ്റൊരു നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റു നമ്പർ സിസ്റ്റങ്ങൾ ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സ. ഒക്ടൽ മീൻസ് 8 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. ബൈനറി മീൻസ് 2 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ മീൻസ് 16 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. നമ്മൾ ബേസ് ഓഫ് എ നമ്പർ മീൻസ് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ബൈനറിയില് 2 സിമ്പിൾസ്, ഒക്ടലില് 8 സിമ്പിൾസ്, ഹെക്സാഡെസിമലില് 16 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പറുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അതിന്റെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയും. വാട്ട് ഈസ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം? നമ്പർ ഓഫ് സിമ്പിൾസ് യൂസിംഗ് ടു എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ്. ഒക്ടലില് 8 എന്ന് എഴുതും, ഹെക്സാഡെസിമലില് 16 എന്ന് എഴുതും. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നമ്പർ എഴുതും, അതിന്റെ സഫിക്സ് ആയിട്ട് ഷോർട്ടായിട്ട് നമ്മൾ അതിന്റെ ബേസ് നമ്പർ എത്രയാണോ അങ്ങനെ എഴുതും. അങ്ങനെ എഴുതിയാല് നമ്മൾ ആ ബേസ് എത്രയാണോ ആ ബേസിനനുസരിച്ചാണ് ആ നമ്പർ സിസ്റ്റം ഏത് നമ്പർ സിസ്റ്റത്തിലാണെന്ന് മനസ്സിലാക്കുക. 5876 ഈ നമ്പറില് 5 ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് അല്ലെ, 6 റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണല്ലോ. അതെ, ഇതില് 5ന് പൊസിഷനിലി ഹയർ വാല്യൂ ആണ്, 1000ന്റെ വാല്യൂ ആണ്, 10⁻³ വാല്യൂ ആണ്. 6ന് 10⁻0ന്റെ വാല്യൂ ആണ്. ഒരു നമ്പറില് ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ ഓർ ഹയസ്റ്റ് പൊസിഷണൽ വാല്യൂ നമ്പർ ആർ കോൾഡ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. പൊസിഷനിലി ഏറ്റവും ലോ ആയിട്ടുള്ള റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന് പറയാ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, LSD എന്നാണ്. ഏതൊരു നമ്പറിലും ഉണ്ടാവും MSD ആൻഡ് LSD. MSD is leftmost and LSD is rightmost significant. നമുക്ക് ഈ നമ്പറിന്റെ LSD MSD ഏതാണെന്ന് നോക്കാം. ഈ നമ്പർ നോക്ക്, 5876 എന്ന നമ്പറാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 10⁻³ plus 8 into 10⁻² plus 7 into 10⁻1 plus 6 into 10⁻0. 10⁻³ means 1000, 10⁻² means 100, 10⁻1 means 10, 10⁻0 means 1. So 5 into 1000 plus 8 into 100 plus 7 into 10 plus 6 into 1. 5000 plus 800 plus 17 plus 6. 5876. ഇതിലെ 5 is the MSD and 6 is the LSD. മറ്റൊരു നമ്പർ നോക്കാം, ഡെസിമൽ വാല്യൂ ഉള്ള നമ്പർ. ഈ നമ്പർ 249.367 എന്ന നമ്പറാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക, 2 into 10⁻² plus
4 into 10 raised to 1 plus 9 into 10 raised to 0 plus 3 into 10 raised to minus 1 plus 6 into 10 raised to minus 2 plus 7 into 10 raised to minus 3. ഡോട്ടിന് ശേഷം ഉള്ളത് നമ്മൾ 10 raised to minus 1, 10 raised to minus 2, 10 raised to minus 3 അങ്ങനെയാണ് പോവുക. അപ്പോൾ 2 into 100 plus 4 into 10 plus 9 into 1 plus 3 into 0.1, 6 into 0.01 plus 7 into 0.001 എന്ന് വരും. 200 plus 40 plus 9 plus 0.3 plus 0.6 plus 0.007 349.367 എന്ന് വരും. ഇതിൽ MSD ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഏതാണ് 2. LSD റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഏതാണ് 7. മനസ്സിലായില്ലേ? ഏതൊരു നമ്പർ കിട്ടിയാലും അതിന് നമുക്ക് ഡെസിമൽ നമ്പർ ആണെങ്കിൽ മൾട്ടിപ്ലൈ 10 ചെയ്തിട്ട് 10ന്റെ വ്യത്യസ്ത പവറുകൾ കൊണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തില് സം ചെയ്തിട്ട് ആ നമ്പറിനെ കിട്ടും. അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ MSD എന്നും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ LSD എന്നും നമുക്ക് വിളിക്കാം. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടർ ഫീൽഡ്. നമുക്ക് എന്തുകൊണ്ടാണെന്ന് പിന്നീട് പറയാം. ബൈനറി നമ്പർ സിസ്റ്റം മീൻസ് ബൈനറി എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു, ബൈനറി 2 ആണ്. അപ്പൊ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? 2 സിംബൽസ് മാത്രമേ ഉണ്ടാവൂ. ഏതൊക്കെയാണ് ആ സിംബൽസ്? 0 and 1. നമ്മള് ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഓർ റാഡിക്സ് 2 ആണെന്ന് മനസ്സിലാക്കണം. 0 and 1 യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോ 0 എന്ന് എഴുതി 1 എന്ന് എഴുതി 2ന് പകരം നമ്മൾ എന്താ എഴുതുക? 2 എഴുതാൻ പാടുണ്ടോ? 2 എന്ന നമ്പർ എവിടെ ഇല്ല? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ എഴുതുക 0 1. നെക്സ്റ്റ് 1 and 0 യൂസ് ചെയ്തിട്ടുള്ള അടുത്ത ഹയസ്റ്റ് നമ്പർ ഏതാണ്? 1 0. പിന്നെ 0 and 1 യൂസ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് നമ്പർ ഏതാണ്? 1 1. തൊട്ടടുത്ത 0 and 1 യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ഏതാണ്? 1 0 0, 1 0 1, 1 1 0, 1 1 1. കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ബൈനറി സിസ്റ്റത്തിലെ എല്ലാ കാൽക്കുലേഷനും പിന്നീട് വരുന്നുണ്ട്. എനിഹൗ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ദ നമ്പർ സിസ്റ്റം ഹാവിംഗ് റാഡിക്സ് ഓർ ബേസ് 2. There is using only 2 digit 0 and 1. നമുക്കൊരു ഉദാഹരണം നോക്കാം. 1101 എന്ന നമ്പർ. ഇതിനെ 2 ബേസ് ആയതുകൊണ്ട് 1 into 2 raised to 3 plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0 എന്ന് എഴുതാം. 2 raised to 3 എന്ന് വെച്ചാൽ 8 ആണ്, 8. 2 raised to 3 means 2 into 2 into 2. 3 ടൈം 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2 raised to 3. 1 into 8 plus 2 raised to 2 എന്താണ്? 2 into 2. We know it is 4. 1 into 4 plus 0 into 2. Any number raised to the power 1 is same number എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 raised to 1 means 2 ആണ്. അപ്പോൾ 0 into 2 0 വരും. Then 1 into 2 raised to 0. Any number raised to the power 0 is called 1. ഏതൊരു നമ്പറിനെ 0 പവർ ആണെങ്കിൽ അതിനെ നമ്മൾ 1 എന്നാണ് വിളിക്കുക. 1 into 1. അപ്പോൾ ടോട്ടൽ നമ്പർ എത്ര വരും? 8 plus 4 plus 0 plus 1 എന്ന് വരും. ടോട്ടൽ 13. 13 എന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആണ് ആക്ച്വലി 1101. ഈ 1101 എന്ന ബൈനറി നമ്പറിന്റെ MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളത് ആൻഡ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആൾസോ 1 റൈറ്റ് മോസ്റ്റ് ഉള്ളത്. പിക്ചറിൽ കാണുന്നില്ലേ? കൺഫ്യൂഷൻ ആവരുത്.
ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ബൈനറി സിസ്റ്റം ഹാവിംഗ് two numbers 0 and 1, right? Yes. Computer is a electronic device. Computer or electronic device. Each electronic device or each electronic chips having two state, on or off. ഓരോ ചിപ്പിനും രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടാവാം. ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. നമുക്ക് ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഈ നമ്പറിന് കഴിയും. 1 represent the bit or the chip is on and 0 represent the chip is off. ഈ ഇലക്ട്രോണിക് ഡിവൈസിലെ ഓരോ സർക്യൂട്ടുകളെയും നമുക്ക് ഓൺ ആൻഡ് ഓഫ് എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ബൈനറി നമ്പറാണ്. സോ ബൈനറി നമ്പർ is the base of any electronic device because they're having two states. Each electronic device having two states, on or off. We can represent this on and off with the number 1 and 0. So binary is the most important number system in electronics area. Third number system is octal number system. Octal. Octal means 8. അപ്പോൾ നമുക്ക് അറിയാം octal number സിസ്റ്റത്തിലെ എത്ര സിംബൽസ് ഉണ്ടാവും? 8 സിംബൽസ് ഉണ്ടാവും. ഏതൊക്കെയാണത്? 0 to 7. 0, 1, 2, 3, 4, 5, 6, 7. 8 ആയില്ലേ? 8 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 8 എന്ന് പറയുമ്പോൾ 0 കൂടെ ഉള്ളത് കൊണ്ട് 9th നമ്പർ ആയി പോകും. 0 to 7 റെപ്രസെന്റ് ചെയ്യുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് octal number system. Octal number system, the base or radix is 8. Next important number system ആണ് hexadecimal number system. Hexadecimal means 16 എന്നാണ് അർത്ഥം. 16. ഇപ്പൊ തന്നെ നിങ്ങൾ പിടികിട്ടി കാണും 16 or hexadecimal number സിസ്റ്റത്തില് എത്ര സിംബൽസ് ഉണ്ടാവും? എത്ര ഉണ്ടാവും? 16 അല്ലേ? എല്ലാവരും പറഞ്ഞു എന്ന് എനിക്കറിയാം. 16 നമ്പർ സിസ്റ്റം ഉണ്ടാവും. അതില് 0 to 9 നമുക്കറിയാം. നമ്മൾ സാധാരണ ഡെസിമൽ യൂസ് ചെയ്യുന്ന സിംബൽസ് തന്നെയായിരിക്കും. 10th നമ്പർ ഏതായിരിക്കും? 10th നമ്പറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A. 11ന് പകരം B. 12ന് പകരം C. 13ന് പകരം D. 14ന് പകരം E. 15ന് പകരം F. 0 to 9 and 8 to F we are using in hexadecimal number system. അങ്ങനെ 16 സിംബൽസ് ഉള്ള നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ചാർട്ട് ഒന്ന് നോക്ക്. ഈ ചാർട്ടിലുണ്ട് ഓരോ നമ്പറും ഓരോ ഡെസിമൽ നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറും. 0ന് പകരം 0 തന്നെയാണ്, 5ന് പകരം 5 ആണ്, 9ന് പകരം 9 ആണ്, 10ന് പകരം മാത്രം A. അങ്ങനെ 15 എത്തുമ്പോഴേക്ക് നമുക്ക് F എന്ന ലെറ്റർ കിട്ടും. മെയിൻലി വി ഹാവ് 4 number system. First one decimal, binary, octal and hexadecimal. Decimal number system radix is 10. Binary number system radix or base is 2. Octal number system radix or base is 8. And hexadecimal number system having 16 base. അതിന്റെ കൂടെ നമ്മൾ പഠിച്ചത് ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ.